അമേരിക്കൻ ഡോളർ. ലോകത്ത് ഇത്രയേറെ ശക്തിയുള്ള ഇത്രയേറെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു കറൻസി ഇല്ല. പക്ഷേ 1930കളിൽ സ്വന്തമായി ഒരു ബാങ്ക് പോലും ഇല്ലാത്ത അമേരിക്ക എങ്ങനെയാണ് ഈ പേപ്പറിനെ ഇത്രയേറെ ലോകത്ത് വളർത്തിയത്? രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പോലും യുദ്ധങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന അമേരിക്ക ഡോളറിനെ വളർത്തിയ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എണ്ണ വ്യാപാരം, രാജ്യങ്ങൾക്ക് വായ്പ നൽകൽ, അന്താരാഷ്ട്ര വ്യാപാരം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ മേലുള്ള ഉപരോധം ഏർപ്പെടുത്തൽ എല്ലാം ഒടുവിൽ ഡോളറിലേക്കാണ് എത്തിച്ചേരുന്നത്. ഒരു രാജ്യത്തിന്റെ കറൻസി ദുർബലമാകുമ്പോഴും താരതമ്യം ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡോളറിനോടാണ്. നമ്മൾ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥവും ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം ദുർബലമാകുന്നു എന്നതാണ്. ഇങ്ങനെ അമേരിക്കൻ ഡോളർ ആഗോള സാമ്പത്തിക സംവിധാനത്തിന്റെ അളവുകോലായി മാറി. എന്നാൽ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട്? ചരിത്രത്തിലേക്ക് കുറച്ച് പിന്നോട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയായി കണക്കാക്കപ്പെടുന്ന അമേരിക്കൻ ഡോളറിന്റെ സ്വാധീനം ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു. അത് മാത്രമല്ല 1913കൾ വരെ അമേരിക്കക്ക് സ്വന്തമായി ഒരു സെൻട്രൽ ബാങ്ക് പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഡോളറിന് അത്ര പ്രത്യേക പങ്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് സാമ്പത്തിക മഹാശക്തിയായി നിൽക്കുന്ന രാജ്യം അന്ന് ആഗോള സാമ്പത്തിക സംവിധാനത്തിന് വളരെ പുറത്തായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഡോളർ ഏതാനും വർഷങ്ങൾ കൊണ്ട് ലോകത്തിന്റെ സാമ്പത്തികത്തിന്റെ നെട്ടലായി മാറിയത് എങ്ങനെയാണ്? ഇന്ന് ഡോളറിന് പിന്നിൽ സ്വർണമല്ല, പ്രകൃതി വിഭവങ്ങളുടെ പിന്തുണയും ഇല്ല. എന്നിട്ടും ലോകത്തിലെ ഭൂരിഭാഗം കറൻസികളും വ്യാപാരവും വിദേശ നാണയ ശേഖരങ്ങളും ഈ പറഞ്ഞ ഡോളറിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് വെറും അമേരിക്കയുടെ ഒരു ശക്തി മാത്രമാണോ? അതോ ഡോളർ ലോകം മുഴുവൻ കുടുങ്ങിപ്പോയ ഒരു സംവിധാനത്തിന്റെ ഭാഗമായാണോ നിൽക്കുന്നത്? ഡോളറിനെ വെല്ലുവിളിച്ച രാജ്യങ്ങളെ അമേരിക്ക എങ്ങനെ മുട്ടുകുത്തിച്ചു? ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അമേരിക്കയെ ആഗോള കറൻസിയുടെ കേന്ദ്രമാക്കാൻ വളരെയേറെ സഹായിച്ചു. ഇന്ന് ഒരു ക്ലിക്കിലൂടെ പണം ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും കൈമാറാൻ കഴിയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആദ്യകാലത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ എത്തിച്ചേരാൻ പണം വളരെ ദീർഘമായ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. മനുഷ്യ നാഗരികതയുടെ ആദ്യ കാലഘട്ടത്തിൽ ബാർട്ടർ സിസ്റ്റം അഥവാ മറ്റൊരു വസ്തു നൽകി കൈമാറ്റ സാമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഔദ്യോഗികമായി ഒരു രാജ്യത്തിന് കറൻസിയോ പണമോ ഇല്ലാത്ത ഒരു കാലം, ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൈമാറുന്ന രീതി. വ്യാപാരങ്ങൾ പരിമിതമായിരുന്ന കാലത്തോളം ഈ രീതി നന്നായി മുന്നോട്ട് പ്രവർത്തിച്ചു. എന്നാൽ മനുഷ്യ സമൂഹം വികസിച്ചതോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്നതും മൂല്യം സമ്പാദിക്കുന്നതുമായ ഒരു മാധ്യമത്തിന്റെ ആവശ്യം പിന്നീട് ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ വസ്തുക്കൾ വ്യാപാരത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് മനുഷ്യൻ തുടങ്ങി. ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി, ഒരു ടൂൾ എന്ന് പറയുന്നത് എല്ലാവരും ഇവയെ അംഗീകരിക്കുകയും ഭാവിയിലേക്ക് ശേഖരിച്ചു വെക്കുകയും ചെയ്തു. തുടർന്ന് ലോഹ നാണയങ്ങളുടെ ആശയം മുന്നോട്ട് വന്നു. ക്രിസ്തുവർഷം 600 കൂടി അനാറ്റോളിയയിലെ ലിഡിയൻ രാജ്യം ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക നാണയാധിഷ്ഠിത കറൻസി പുറത്തിറക്കി. സ്വർണവും വെള്ളിയും ചേർത്ത് നിർമ്മിച്ച മിശ്രിതത്തിൽ ഈ നാണയത്തിന്റെ പ്രത്യേക ചിഹ്നങ്ങൾ പതിപ്പിച്ചിരുന്നു. ഇതുപയോഗിച്ച് അന്ന് വ്യാപാരം വളരെ എളുപ്പമായി. പക്ഷേ രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും ഇടയിൽ വ്യാപാരം വ്യാപിച്ചതോടുകൂടി ഈ പറഞ്ഞ നാണയങ്ങൾ കൊണ്ടുപോകുന്നതും സൂക്ഷിക്കുന്നതുമെല്ലാം വളരെ അപകടം നിറഞ്ഞൊരു കാര്യമായി. അതിനാൽ വ്യാപാരികൾ തങ്ങളുടെ സ്വർണവും വെള്ളിയും സുരക്ഷിത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും അതിനു പകരം എഴുത്തുപരമായ രസീതുകൾ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ രസീതുകൾ തന്നെ വ്യാപാരത്തിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പേപ്പർ മണിയുടെ ആശയം ജനിക്കുന്നത്. ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി പുറത്തിറക്കിയത് ചൈനയാണ്. 11ാം നൂറ്റാണ്ടിൽ ചൈനയിലെ സോങ് രാജവംശം അവതരിപ്പിച്ച പേപ്പർ കറൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭാരം കുറഞ്ഞതും കൊണ്ടുപോകാൻ വളരെ എളുപ്പവുമായിരുന്നു എന്നതാണ്. അതുപോലെ വലിയ തോതിലുള്ള വ്യാപാരങ്ങൾക്കും കച്ചവടങ്ങൾക്കും ഇത് കൂടുതൽ പ്രായോഗികവുമായിരുന്നു. ഈ ആശയം പിന്നീട് ചൈനയിൽ നിന്ന് രാജ്യങ്ങൾ കടന്ന് യൂറോപ്പിലേക്ക് എത്തി. എന്നാൽ യൂറോപ്പ് പൂർണ്ണമായും ഈ പറഞ്ഞ പേപ്പർ കറൻസിയിലേക്ക് മാറാനായിട്ട് വളരെയേറെ സമയമെടുത്തു. 1694 ഇംഗ്ലണ്ടിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് ആദ്യമായി ബ്രിട്ടീഷ് പൗണ്ട് എന്ന പേരിൽ നോട്ടുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇതാണ് പിന്നീട് പൗണ്ട് സ്റ്റെർലിംഗ് എന്ന പേരിൽ അറിയപ്പെട്ടത്. കാലക്രമേണ യൂറോപ്പിൽ ഉടനീളം പേപ്പർ കറൻസിയുടെ ഉപയോഗം വർദ്ധിച്ചു വന്നു. ഇതിനുശേഷം 18ാം നൂറ്റാണ്ടിൽ വ്യവസായിക വിപ്ലവം ആരംഭിച്ചു. വലിയ രീതിയിലുള്ള ഫാക്ടറികൾ ഉയർന്നു. വൻതോതിൽ ഉൽപാദനങ്ങൾ ആരംഭിച്ചു. അന്താരാഷ്ട്ര വ്യാപാരം പല മടങ്ങ് വർദ്ധിച്ചു. ആധുനിക ബാങ്കിംഗ്
ബാങ്കിംഗ് സംവിധാനത്തിന്റെയും ആഗോള ധനകാര്യ വ്യവസ്ഥയുടെയും അടിത്തറ തന്നെ ഈ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു ബ്രിട്ടീഷ് അഥവാ യുണൈറ്റഡ് കിങ്ഡം. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലായി ബ്രിട്ടന്റെ കോളനികൾ വ്യാപിച്ചിരുന്നു. ലോകത്തെ പ്രധാന കടൽ വ്യാപാര പാതകളും തുറമുഖങ്ങളും അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റോയൽ നേവിയുടെ നിയന്ത്രണത്തിലായിരുന്നു. വ്യാപാര പാതകൾ നിയന്ത്രിക്കുന്നവർക്ക് കറൻസിയെയും സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെ പതിയെ ലണ്ടൻ ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറി. അതിനു പിന്നാലെ പൗണ്ട് സ്റ്റെർലിംഗ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസിയായി ഉയർന്നു. എന്നാൽ കുറച്ചു വർഷത്തിനപ്പുറം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതായത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടുകൂടി ഇവരുടെ ഈ കളിയെല്ലാം മാറ്റിമറിച്ചു. യുദ്ധ ചെലവുകൾ, വർദ്ധിച്ച കടബാധ്യതകൾ, വ്യവസായ മേഖലയുടെ തകർച്ച എന്നിവ ബ്രിട്ടൻ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ദുർബലമാക്കി. യുദ്ധം അവസാനിക്കുമ്പോഴും ബ്രിട്ടന്റെ കടം 7.8 ബില്യൺ പൗണ്ടായി ഉയർന്നു. അത് രാജ്യത്തിന്റെ GDP-യേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു. ഈ സമയത്ത് ബ്രിട്ടന്റെ അപ്പുറത്ത്, അറ്റ്ലാന്റിക്കിന് അപ്പുറത്തായിട്ട് ഒരു പുതിയ ശക്തി ലോകത്തുയർന്നു വന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക യൂറോപ്പിന് ആയുധങ്ങളും അസംസ്കൃത വസ്തുക്കളും വ്യാവസായിക ഉൽപ്പന്നങ്ങളും വലിയ തോതിൽ വിതരണം ചെയ്തു. ഇതിന്റെ ഫലമായി യൂറോപ്പ് കടക്കാരനായി മാറിയപ്പോൾ അമേരിക്ക അവർക്ക് വായ്പ നൽകുന്ന ഒരു രാജ്യമായി മാറി. ഇതോടെയാണ് ആഗോള സാമ്പത്തിക ശക്തിയുടെ സന്തുലനം പതുക്കെ അമേരിക്കയിലേക്ക് മാറാൻ തുടങ്ങിയത്. അങ്ങനെ ലോകത്താദ്യമായി ഒതുങ്ങിക്കിടക്കുന്ന അമേരിക്കൻ ഡോളർ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉയരാൻ തുടങ്ങി. ഇത് പിന്നീട് അങ്ങോട്ട് ലോകത്തിന്റെ സാമ്പത്തിക ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. അമേരിക്കൻ ഡോളറിന്റെ ചരിത്രം ചുരുക്കത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1792 അമേരിക്കയിലെ കോയിനഗ് ആക്ട് മുഖേനയാണ് അത് ഔദ്യോഗിക ഒരു കറൻസിയായി, ദേശീയ കറൻസിയായി മാറിയത്. 1861 ആദ്യമായി അമേരിക്കയിൽ പേപ്പർ പണം പുറത്തിറക്കി. എന്നാൽ അതിന്റെ ഉപയോഗം വളരെ പരിമിതമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഡോളർ പ്രധാനമായും അമേരിക്കക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കറൻസി ആയിരുന്നു. കൂടാതെ അമേരിക്കക്ക് കേന്ദ്ര ബാങ്കിംഗ് സംവിധാനം പോലും ആ ഒരു കാലത്ത് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. 1913 ഫെഡറൽ റിസർവ് സിസ്റ്റം എന്ന പേരിൽ അമേരിക്കയിൽ ഒരു ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു. ഇതോടെ അമേരിക്കക്ക് ബാങ്കിംഗ് സംവിധാനം, പലിശ നിരക്കുകൾ, പണത്തിന്റെ ലഭ്യത എന്നിവയിൽ കേന്ദ്ര നിയന്ത്രണം ലഭിച്ചു. ഇതോടുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്പ് പൂർണ്ണമായും ദുർബലമാവുകയും അമേരിക്ക ലോകത്തിന്റെ പ്രധാന വായ്പ നൽകുന്ന ഒരു രാജ്യമായി മാറുകയും ഇതോടുകൂടി ഡോളറിന്റെ ആഗോള പ്രാധാന്യ മൂല്യം ഉയരാനും തുടങ്ങി. എന്നാൽ അമേരിക്കൻ ഡോളറിന്റെ യഥാർത്ഥ ലോകത്തിന്റെ ആധിപത്യം ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തെക്കാൾ പല മടങ്ങ് വിനാശകരമായിരുന്നു. ഒരിക്കൽ ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായിരുന്ന ബ്രിട്ടൻ ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനായി പോരാടുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഏഷ്യയിലെ വലിയൊരു ഭാഗം രാജ്യങ്ങളും ദാരിദ്ര്യത്തിലും അസ്വസ്ഥയിലും മുങ്ങിക്കിടന്നു. യൂറോപ്പ് മുഴുവൻ നാശനഷ്ടങ്ങളുടെ നടുവിലായിരുന്നു. സോവിയറ്റ് യൂണിയനും ഗുരുതരമായ ആഘാതം നേരിട്ടു. ഈ യുദ്ധത്തിൽ ഏകദേശം 2.7 കോടി ആളുകൾ കൊല്ലപ്പെട്ടു. 70,000-ലധികം ഗ്രാമപ്രദേശങ്ങൾ പൂർണ്ണമായും നശിച്ചു. വ്യവസായ ഉൽപാദനം കുത്തനെ ലോകത്ത് ഇടിഞ്ഞു. എന്നാൽ ലോകം മുഴുവൻ തകർന്നു കിടക്കുമ്പോൾ ഒരു രാജ്യം മാത്രം താരതമ്യേന ശക്തിപരമായി നിലനിന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തത്. അതിനാൽ യൂറോപ്പിനെയും ഏഷ്യയെയും പോലെ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കക്ക് നേരിടേണ്ടി വന്നില്ല. മറിച്ച് യുദ്ധകാല ആവശ്യങ്ങൾ കാരണം അമേരിക്കയുടെ നിർമ്മാണ ശേഷി അതിവേഗം വളർന്നു. 1945ഓടെ ലോകത്തെ മൊത്തം വ്യവസായ ഉൽപാദനത്തിന്റെ 50% അധികം അമേരിക്ക ഒറ്റയ്ക്ക് നിർമ്മിക്കുന്നതായിരുന്നു. അത് മാത്രമല്ല, ലോകത്തിലെ സ്വർണ്ണ ശേഖരത്തിന്റെ ഏകദേശം 70% അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇതും കൂടാതെ ലോകത്തിലെ പല രാജ്യങ്ങളും പല വലിയ സമ്പദ് വ്യവസ്ഥകളും അമേരിക്കയുടെ കടക്കാരായി മാറിയിരുന്നു. ഈ സമയത്ത് യുദ്ധത്തിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പുനർനിർമ്മിക്കാനായി വലിയ മൂലധനം ആവശ്യമായിരുന്നു. വ്യാപാരം പുനരാരംഭിക്കാനായിട്ട് സ്ഥിരതയുള്ള ഒരു കറൻസിയും വിശ്വാസപരമായ സാമ്പത്തിക സംവിധാനവും അവർക്ക് ആവശ്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് 1944 അമേരിക്കയിലെ ന്യൂ ഹാംഷറിലെ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു സമ്മേളനം നടത്തുന്നത്. 44 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിലാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ബ്രറ്റൻ വുഡ്സ് കരാർ രൂപം കൊണ്ടത്. ഈ കരാർ അനുസരിച്ച് പിന്നീട് അമേരിക്കൻ ഡോളറിനെ സ്വർണമായി ബന്ധിപ്പിച്ചു. ഒരു ഔൺസ് സ്വർണത്തിന്റെ വില $35 നിശ്ചയിച്ചു. അതോടൊപ്പം മറ്റ് രാജ്യങ്ങളുടെ കറൻസികളെ ഡോളറുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടെ അമേരിക്കൻ ഡോളർ ലോകത്തിലെ എല്ലാ കറൻസികളെയും അളക്കുന്ന ഒരു മാനദണ്ഡമായി മാറി. ഒരൊറ്റ കരാറിലൂടെ രണ്ട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ രൂപം കൊണ്ടു. ഒന്ന്
IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, രണ്ടാമത്തേത് വേൾഡ് ബാങ്ക്. IMFന്റെ പ്രധാന ലക്ഷ്യം കറൻസികളുടെ സ്ഥിരത ഉറപ്പാക്കുകയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു. ഇതേസമയം യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് അവർക്ക് ആവശ്യമായ സഹായം നൽകുക എന്നതായിരുന്നു വേൾഡ് ബാങ്കിന്റെ ലക്ഷ്യം. അമേരിക്ക ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെയും ഇടയിൽ വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചു. ലോകത്തിന് ആവശ്യമായ പ്രവർത്തന മൂലധനം ഡോളറിലായിരുന്നു ലഭിച്ചത്. രാജ്യങ്ങൾക്ക് ആവശ്യമായ വായ്പാ പണം ഡോളറിൽ നൽകി. തിരിച്ചടക്കാനുള്ള പണവും ഡോളറിൽ തന്നെ ആവശ്യപ്പെട്ടു. ഇതിന് ഫലമായി നിരവധി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ ഡോളർ അടിസ്ഥാനമാക്കിയ കടവ്യവസ്ഥയിൽ കുടുങ്ങി. 1948 അമേരിക്ക ആരംഭിച്ച മർഷാൽ പ്ലാൻ മുഖേന യൂറോപ്പിന് ഏകദേശം 13 ബില്യൺ ഡോളറിന്റെ സഹായം നൽകി. ഇത് യൂറോപ്പിന്റെ പുനർനിർമ്മാണത്തെ വേഗത്തിലാക്കിയെങ്കിലും അതോടൊപ്പം ഡോളറിന്റെ പ്രചരണം ലോകത്ത് വലിയ രീതിയിൽ തന്നെ വ്യാപിച്ചു. തുടർന്ന് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് നടക്കുന്ന ആഗോള വ്യാപാരം, വിദേശ നാണയ ശേഖരങ്ങൾ, അന്താരാഷ്ട്ര വായ്പകൾ, കേന്ദ്ര ബാങ്കിംഗ് സംവിധാനം ഇവയെല്ലാം ഡോളർ അടിസ്ഥാനമാക്കിയ സംവിധാനമായി മാറി. രാജ്യങ്ങൾ പലതും തങ്ങളുടെ കറൻസികളുടെ മൂല്യം സ്ഥിരമായി നിലനിർത്താനായിട്ട് ഡോളർ ശേഖരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അമേരിക്കൻ ഡോളർ വെറും ഒരു കറൻസിയല്ല, ആഗോള സാമ്പത്തിക സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി. ഡോളർ ആഗോള കറൻസിയായി മാറിയതോടുകൂടി ലോകമെമ്പാടുമുള്ള മൂലധനവും സാങ്കേതിക വിദ്യയും കഴിവുള്ള മനുഷ്യരും അമേരിക്കയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അമേരിക്ക നിർമ്മാണത്തിന്റെയും നവീകരണത്തിന്റെയും ധനകാര്യത്തിന്റെയും ആഗോള കേന്ദ്രമായി മാറി. ഇതിന്റെ സ്വാധീനം അമേരിക്കൻ ഓഹരി വിപണിയിലും പ്രകടമായി. കാലക്രമേണ അത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സൃഷ്ടിക്കുന്ന യന്ത്രമായി മാറി. ഇന്നും അമേരിക്കൻ ഓഹരി വിപണി ലോകത്തിലെ ഏറ്റവും ശക്തവും വലുതുമായ വിപണിയാണ്. ഉദാഹരണത്തിന് ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, എൻവിഡിയ, മെറ്റ, ആൽഫബറ്റ്, ടെസ്ല. ഈ കമ്പനികൾ ലോകത്തെ സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, ഇലക്ട്രിക് വാഹനങ്ങൾ, ഭാവി വ്യവസായങ്ങൾ എന്നിവയിൽ നയിക്കുന്ന വലിയ കമ്പനികളാണ്. ഈ കമ്പനികളുടെ ബിസിനസ് അമേരിക്കയിൽ മാത്രം പിന്നീട് ഒതുങ്ങുന്നതല്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇവയുടെ സ്വാധീനം വ്യാപിച്ചിരുന്നു. ഇന്ത്യയിലും ഈ കമ്പനികളിൽ പലതും പ്രവർത്തിക്കുകയും ഇവിടെ നിന്ന് വലിയ വരുമാനം നേടുകയും ചെയ്യുന്നു. എന്നാൽ ഈ കമ്പനികളുടെ വളർച്ചയെ നേരിട്ടുള്ള പ്രയോജനം ഇന്ത്യൻ നിക്ഷേപകർക്ക് എല്ലായ്പ്പോഴും ലഭിക്കണമെന്നില്ല. ഇന്ത്യൻ ഓഹരി വിപണിയെയും അമേരിക്കൻ ഓഹരി വിപണിയെയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും അമേരിക്കൻ വിപണി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ പല നിക്ഷേപകരും ഇന്ത്യയിലെ നിക്ഷേപങ്ങൾക്കൊപ്പം അമേരിക്കൻ വിപണിയിലും നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കറൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഡോളർ നമ്മുടെ ഇന്ത്യൻ രൂപയേക്കാൾ ശക്തമാകുമ്പോൾ അമേരിക്കൻ ഓഹരികളിൽ നിന്നുള്ള ലാഭം ഓഹരിയുടെ വില ഉയരുന്നതിലൂടെ മാത്രമല്ല, ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുന്നതിലൂടെയും വർദ്ധിക്കാം. ബ്രെറ്റൻ വുഡ് കരാറിന് ശേഷം അമേരിക്ക എടുത്ത നടപടികളിൽ ഡോളറിനെ വെറും ഒരു ആഗോള കറൻസിയാക്കി മാത്രമല്ല, ലോകത്തിന്റെ വിശ്വാസം നേടിയ ഒരു സാമ്പത്തിക അടിത്തറയാക്കി മാറ്റുകയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണം അന്ന് ഡോളർ സ്വർണവുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നതാണ്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഡോളർ കൈവശമുണ്ടെങ്കിൽ അത് അമേരിക്കയോട് നിശ്ചിത നിരക്കിൽ സ്വർണം ആവശ്യപ്പെടാൻ കഴിയുമായിരുന്നു. ഈ കരാർ പ്രകാരം അതിനർത്ഥം $35 നൽകിയാൽ ഒരു ഔൺസ് സ്വർണം അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ കഴിയുമായിരുന്നു. ആദ്യകാലത്ത് ഈ സംവിധാനം വളരെ വിജയകരമായി പ്രവർത്തിച്ചു. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്തിലെ ഏകദേശം 70% സ്വർണ്ണ ശേഖരവും അമേരിക്കയുടെ കൈവശമായിരുന്നു. ഇതിനാൽ തന്നെ ലോകം പതിയെ അമേരിക്കൻ ഡോളറിനെ വിശ്വസിച്ചു. എന്നാൽ 1950കളിലും 60കളിലും പ്രശ്നങ്ങൾ ആരംഭിച്ചു. അമേരിക്ക ലോകമെമ്പാടും വൻതോതിൽ പണം ചിലവഴിക്കാൻ തുടങ്ങി. വിയറ്റ്നാം വാർ, ശീതയുദ്ധം, ആയുധ മത്സരം, യൂറോപ്പിലെയും ഏഷ്യയിലെയും സൈനിക താവളങ്ങൾ, ആഗോള സ്വാധീനം നിലനിർത്താനുള്ള ചിലവുകൾ ഇതെല്ലാം ഡോളറിലൂടെയായിരുന്നു. ഇതിലൂടെ അമേരിക്ക കൂടുതൽ ഡോളറുകൾ അടിച്ചിറക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. സ്വർണത്തിന്റെ അളവ് പരിമിതമായിരുന്നു. എന്നാൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ഡോളറുകളുടെ എണ്ണം അതിനേക്കാൾ വളരെ മുകളിൽ കൂടുതലായിരുന്നു. 1960കളുടെ അവസാനത്തോടു കൂടി സ്ഥിതി ഇങ്ങനെയായിരുന്നു. ലോകമെമ്പാടുമുള്ള ഡോളറുകളുടെ മൂല്യം അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു. അതായത് ലോകത്തിലെ ഏത് രാജ്യങ്ങളും ഒരേ സമയം തങ്ങളുടെ ഡോളറുകൾ സ്വർണമായി മാറ്റാൻ ആവശ്യപ്പെട്ടാൽ അമേരിക്കക്ക് ആവശ്യത്തിന് സ്വർണം നൽകാൻ കഴിയില്ലായിരുന്നു. ഇത് അമേരിക്കക്ക് നേരെ തിരിച്ച് ഒരു വലിയ ഭീഷണിയായി. ഇതിനിടെ ചില രാജ്യങ്ങൾ ഡോളറുകൾ അമേരിക്കയിലേക്ക് തന്നെ അയച്ചു തരാം, പകരം സ്വർണം ആവശ്യപ്പെടാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ഇത് ശക്തമായി ചെയ്തു. ഇതോടുകൂടി സ്വർണ്ണ ശേഖരം വേഗത്തിൽ കുറഞ്ഞു. 1961 അമേരിക്കയും 7 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് പുതിയൊരു ലണ്ടൻ ഗോൾഡ് പൂൾ രൂപീകരിച്ചു. ലക്ഷ്യം സ്വർണത്തിന്റെ വില ഔൺസിന് $35 നിലനിർത്തുക എന്നതായിരുന്നു. സ്വർണത്തിന്റെ വില ഉയരുമ്പോൾ അവർ വിപണിയിൽ സ്വർണം വിറ്റ് വില താഴ്ത്താൻ ശ്രമിച്ചു. എന്നാൽ ഈ പരീക്ഷണം വലിയ രീതിയിൽ തന്നെ അമേരിക്കക്ക് പരാജയപ്പെട്ടു. 1960 കൂടി ലണ്ടൻ ഗോൾഡ് പൂൾ തകർന്ന് തരിപ്പ
തർപ്പണമായി. അമേരിക്കയുടെ സ്വർണ്ണ ശേഖരം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കാലത്ത് ഏകദേശം 20,000 ടൺ സ്വർണം കൈവശം ഉണ്ടായിരുന്ന അമേരിക്കയുടെ ശേഖരം 1971 ഏകദേശം 8,000 ടണ്ണായി കുറഞ്ഞു. ഈ സമയത്ത് അമേരിക്കയുടെ മുന്നിൽ രണ്ട് പ്രധാന വഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഡോളറിനെ സ്വർണമായി ബന്ധിപ്പിച്ച് മുന്നോട്ട് പോവുക, പക്ഷേ ക്രമേണ മുഴുവൻ സ്വർണ്ണ ശേഖരവും നഷ്ടപ്പെടുത്തുക. രണ്ടാമതായി സ്വർണ്ണ മാനദണ്ഡം അവസാനിപ്പിക്കുക. ഈ നിർണായകമായ ഘട്ടത്തിലാണ് 1971 ഓഗസ്റ്റ് 15 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ചരിത്ര പ്രസിദ്ധമായ ആ പ്രഖ്യാപനം നടത്തിയത്. അമേരിക്ക ഇനി ഡോളറിനെ സ്വർണമായി മാറ്റിയെടുക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ സംഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ചരിത്രത്തിൽ നിക്സൺ ഷോക്ക് എന്നറിയപ്പെടുന്നത്. ഇതോടെ ഡോളറിന് പിന്നിലുള്ള സ്വർണ്ണ പിന്തുണ ഔദ്യോഗികമായി അവസാനിച്ചു. ഇനി അങ്ങോട്ട് ഡോളറിന്റെ മൂല്യം നിർണയിച്ചത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ, സൈനിക ശക്തി, ആഗോള വിശ്വാസം ഇവയിലൂടെയായിരുന്നു. പല ആളുകളും പല രാജ്യങ്ങളും ഡോളർ അന്ന് തകർന്ന് വീഴുമെന്ന് കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല. കാരണം അപ്പോഴേക്കും ലോകം ഡോളറിനെ ആശ്രയിച്ച ഒരു സംവിധാനത്തിലേക്ക് ആഴത്തിൽ കുടുങ്ങിയിരുന്നു. അപ്പോഴേക്കും ലോകത്തിന്റെ ഭൂരിഭാഗ അന്താരാഷ്ട്ര വ്യാപാരവും ഡോളറിന് കീഴിലായിരുന്നു. രാജ്യങ്ങളുടെ വിദേശ നാണയ ശേഖരങ്ങൾ, അന്താരാഷ്ട്ര വായ്പകൾ, തിരിച്ചടവുകൾ ഇതെല്ലാം ഡോളറിന്റെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇതിനാൽ സ്വർണ്ണ പിന്തുണ അവസാനിച്ചിട്ടും ലോകത്തിന് ഡോളറിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു ശക്തമായ ബദൽ അവിടെ ഉണ്ടായിരുന്നില്ല. യൂറോപ്പ് ഇപ്പോഴും പുനർനിർമ്മാണത്തിലായിരുന്നു. ജപ്പാനും ഏഷ്യയിലെ പല രാജ്യങ്ങളും വളർച്ചയുടെ തുടക്കഘട്ടത്തിലായിരുന്നു. സോവിയറ്റ് ബ്ലോക്ക് പാശ്ചാത്യ സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് പതിയെ വേറിട്ട് നിന്നു. ഇതോടുകൂടി ഡോളർ തന്റെ ആധിപത്യം അവിടെ തന്നെ ലോകത്ത് നിലനിർത്തി. എന്നാൽ അമേരിക്ക ഇതിലൊന്നും ഒതുങ്ങി നിന്നില്ല. ഡോളറിന്റെ ആഗോള ആവശ്യകത സ്ഥിരമായി നിലനിർത്താനായിട്ട് അവർ അടുത്ത വലിയൊരു നീക്കം ലോകത്ത് നടത്തി. അതാണ് പെട്രോ ഡോളർ സംവിധാനം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു കാര്യം വ്യക്തമായിരുന്നു. ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തം എണ്ണയായിരുന്നു, ക്രൂഡ് ഓയിൽ ആയിരുന്നു. ഫാക്ടറികൾ, ഗതാഗതം, സൈന്യം, വൈദ്യുതി ഉൽപാദനം എല്ലാം എണ്ണയെ ആശ്രയിച്ചായിരുന്നു പ്രവർത്തിച്ചത്. അന്ന് ലോകത്ത് എണ്ണയുടെ വലിയ ശേഖരങ്ങൾ ഉണ്ടായിരുന്നത് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു. അങ്ങനെ 1974 അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒരു നിർണായക കരാർ ഉണ്ടാക്കി. ഈ കരാർ പ്രകാരം സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ഡോളറിൽ മാത്രമാണ് വിൽക്കുക. ഇതിന് പകരമായി അമേരിക്ക സൗദിക്ക് സൈനിക സംരക്ഷണവും ആയുധ സഹായവും നൽകും. പിന്നീട് ഈ മാതൃക മറ്റ് OPEC രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഇതിന്റെ ഫലവും മുമ്പ് പറഞ്ഞത് തന്നെയായിരുന്നു. ലോകത്തിലെ ഏത് രാജ്യത്തിനും എണ്ണ വാങ്ങണമെങ്കിൽ ആദ്യം ഡോളർ കൈവശം വേണം. ഇന്ത്യയാകട്ടെ, ചൈനയാകട്ടെ, ജപ്പാനാകട്ടെ, യൂറോപ്പിലെ പല രാജ്യങ്ങളുമാകട്ടെ, എല്ലാവർക്കും എണ്ണ വാങ്ങാൻ ഡോളർ ശേഖരിക്കേണ്ടി വന്നു. ഇതോടെ ഡോളറിന്റെ ആഗോള ആവശ്യകത കൃത്രിമമായി മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ ആവശ്യകതയിലൂടെ തന്നെ അതിനെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. ഇതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോ ഡോളർ സംവിധാനം. കാലക്രമേണ അമേരിക്ക ഡോളറിലൂടെ വലിയ സാമ്പത്തിക നിയന്ത്രണ ശക്തി നേടി. ആഗോള സാമ്പത്തിക സംവിധാനത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ പുറത്താക്കണം എന്നതിൽ അമേരിക്കക്ക് തന്നെ വലിയ സ്വാധീനം ലോകത്ത് ലഭിച്ചു. ചില രാജ്യങ്ങൾ ഈ സംവിധാനത്തെ വലിയ രീതിയിൽ വെല്ലുവിളിക്കാൻ ശ്രമിച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വർഷം 2000 ഇറാഖിന്റെ പ്രസിഡന്റായ സദ്ദാം ഹുസൈൻ എണ്ണ ഡോളറിൽ വിൽക്കുന്നതിന് പകരം യൂറോയിൽ വിൽക്കണമെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ 2011 മുഅമ്മർ ഗദ്ദാഫി ആഫ്രിക്കയിലുള്ള സ്വർണ്ണ പിന്തുണയുള്ള ഒരു പുതിയ കറൻസി സൃഷ്ടിക്കണമെന്ന് ആശയം മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾക്കു പിന്നാലെ യഥാർത്ഥ കാരണങ്ങളും ഫലങ്ങളും സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കും വലിയ പൊളിറ്റിക്കൽ വിശകലനക്കാർക്കും ഇടയിൽ ഇന്നും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും അവരെല്ലാം ഡോളറിനെ ഇതുപോലെ വെല്ലുവിളിച്ചതിനാലാണ് ഇവരുടെ ഭരണകൂടങ്ങളെല്ലാം തകർന്നത്. അതേസമയം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്ന് പകരം പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഡോളർ ഇനി വെറും കറൻസി മാത്രമല്ല, ഒരു ജിയോ പൊളിറ്റിക്കൽ ആയുധമായും മാറിയിരുന്നു. ഈ ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് സ്വിഫ്റ്റ് കോഡ് അഥവാ ലോകമെമ്പാടുമുള്ള ബാങ്കുകൾ തമ്മിലുള്ള സാമ്പത്തിക സാന്ദേശ വിനിമയ ശൃംഖലയാണിത്. ഇന്ന് 200-ലധികം രാജ്യങ്ങളിലെ 11,000-ലധികം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഒരു രാജ്യത്തെ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിയാൽ ആ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾ വലിയ തോതിൽ തടസ്സപ്പെടാം. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി റഷ്യൻ ബാങ്കുകൾ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഇതിനിടെ ഡിജിറ്റൽ വിപ്ലവം ഡോളറിന്റെ ശക്തി കൂടുതൽ ലോകത്ത് വർദ്ധിപ്പിച്ചു. IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ ലോക കമ്പ്യൂട്ടിംഗ് മാനദണ്ഡങ്ങൾ നിർവചിച്ചു. പിന്നീട് വന്നതാണ് വിസ, മാസ്റ്റർ കാർഡ്, പേപാൽ പോലുള്ള പേയ്മെന്റ് നെറ്റ്വർക്കുകളും അതുപോലെ നാസഡാക്യു, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും ഡോളർ കേന്ദ്രീകൃത ഡിജിറ്റൽ സംവിധാനത്തെ
വ്യവസ്ഥയെ കൂടുതൽ ലോകത്ത് ശക്തിപ്പെടുത്തി. ഇന്ന് കൃത്രിമ ബുദ്ധി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടറുകൾ, ഹൈടെക് ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ അമേരിക്ക ഇപ്പോഴും ലോകത്ത് മുൻനിരയിലാണ്. ഓപ്പൺ AI, എൻവിഡിയ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ ഭാവി സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഡോളറിനെ ഇനി ഒരു കറൻസിക്ക് വെല്ലുവിളിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പല രാജ്യങ്ങളും ഡോളറിനോടുള്ള ആശ്രയം കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈന ഇതിന് വലിയൊരു ഉദാഹരണമാണ്. അവരുടെ കറൻസിയായ യുവാനെ അന്താരാഷ്ട്രവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യയാകട്ടെ ഡോളറിന് പകരം റൂബിൾ ഉപയോഗം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം വർദ്ധിപ്പിക്കാനായിട്ട് പദ്ധതികൾ ആലോചിക്കുന്നു. എന്നാൽ ഇവിടെ ഡോളറിന്റെ ശക്തി വെറും അമേരിക്കയുടെ ഒരു ശക്തി മാത്രമല്ല, അത് ദശാബ്ദങ്ങളായി രൂപപ്പെട്ട പരന്നു കിടക്കുന്ന ഒരു ആഗോള ശൃംഖലയാണ്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് ഇന്നും ഡോളറിലാണ് നടക്കുന്നത്. വിദേശ നാണയ ശേഖരങ്ങളിൽ ഡോളർ ഇപ്പോഴും ഏറ്റവും വലിയ വിഹിതം കൈവശം വെക്കുന്നു. അന്താരാഷ്ട്ര ധനകാര്യ സംവിധാനത്തിന്റെ ഭൂരിഭാഗവും ഡോളറിന് ചുറ്റപ്പറ്റിയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഡി ഡോളറൈസേഷൻ എന്ന ആശയം വാർത്തകളിൽ ശക്തമായി കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഡോളറിനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുക വളരെ ദീർഘവും സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അമേരിക്കക്ക് കേന്ദ്ര ബാങ്ക് പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിന് ഒരു പ്രത്യേക സ്ഥാനവും ഇല്ലായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ബ്രെറ്റൻ വുഡ് കരാർ, പെട്രോ ഡോളർ സംവിധാനം, സാങ്കേതിക വിദ്യ വിപ്ലവം, ആഗോള ധനകാര്യ ശൃംഖലകൾ ഇവയുടെ കൂട്ടിച്ചേരലാണ് ഡോളറിനെ ഇന്നത്തെ സ്ഥാനത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറ്റിയത്. ഇന്ന് അമേരിക്കൻ ഡോളർ വെറും ഒരു കറൻസിയല്ല, അത് ആഗോള വ്യാപാരത്തിന്റെ ഭാഷയാണ്. അത് അന്താരാഷ്ട്ര ധനകാര്യ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. അത് ലോക രാഷ്ട്രീയത്തെയും സാമ്പത്തിക ശക്തിയെയും സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ കൊണ്ടുതന്നെ ഇന്നും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രത്തിൽ അമേരിക്കൻ ഡോളർ തന്നെയാണ് ഇന്നും ഈ സമയം വരെയും നിലകൊള്ളുന്നത്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാടധികം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാടധികം കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.